സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ പെന്തക്കോസ്തയായി വിളിക്കട്ടെ. ഈശോയിലെ എനിക്കേറെ വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് അന്ധൻ്റെ കണ്ണുകളെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. നിനക്ക് വിശ്വസിച്ചതുപോലെ സംഭവിക്കട്ടെ. അപ്പോൾ മുതൽ അവൻ കണ്ടു എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മുടെ മുൻപിൽ അന്ധകാരമാണ്. നമ്മുടെ പ്രതിസന്ധികളിലൊക്കെ നമ്മുടെ കണ്ണുകളിലെ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെടുന്നത് പോലെയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം അന്ധകാരമുണ്ട്. സ്നേഹമുള്ളവരെ, പ്രത്യാശയോടുകൂടെ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നിങ്ങൾ നോക്കൂ മക്കളെ. ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണുകളുടെ മുകളിൽ മൂടപ്പെട്ട തിമിരം നിങ്ങളുടെ കാഴ്ചകളെ വികലമാക്കുമ്പോൾ കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രതിസന്ധികൾ, നിങ്ങളുടെ നൊമ്പരങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ കർത്താവിനറിയാം. നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ തീച്ചൂളകളിൽ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട നിൻ്റെ മക്കളുടെ മേലെ നീ കരുണ കാണിക്കണേ കർത്താവേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സർവ്വ മനുഷ്യർക്കും പ്രത്യാശയുടെ വലിയ കൃപാവരം നൽകണേ. ഈ സത്വാർത്തയിലൂടെ അവർ നിൻ്റെ പക്കലേക്ക് വരാൻ, നിൻ്റെ കാരുണ്യത്തിൻ്റെ കടലിലെ അവിടെ പ്രതിസന്ധികൾക്ക് പ്രതിവിധി കണ്ടെത്താൻ നീ കാരണമാക്കണേ. പൗരോഹിത്യ കൃപയിൽ നീ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വരദാനങ്ങൾ ഉപയോഗിച്ചിട്ട് നിൻ്റെ മക്കൾക്ക് നൽകുന്ന ഈ ആശീർവാദത്തെ നീ സ്വീകരിക്കുമാറാകണേ. രോഗങ്ങൾ ഏറ്റെടുക്കണേ. കടബാധ്യതകളുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. നിരാശയിൽ നിന്ന് മോചിപ്പിക്കണമേ. പ്രത്യാശ കൊണ്ട് നിറയ്ക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. 103-ാം സങ്കീർത്തനം 1-ാം വചനത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്: എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. വീണ്ടും 3-ാം വചനത്തിൽ വചനം പറയുന്നു: അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ അവിടുന്ന് സുഖപ്പെടുത്തുന്നു. പരിപൂർണമായും കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് അല്പസമയം പാടി ആരാധിക്കാൻ പോവുകയാണ്. എല്ലാ ദൈവമക്കളും ടെലിവിഷന്റെ മുൻപിൽ ശ്വാസത്തോടെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, മറ്റെന്തിനേക്കാളും ഇന്ന് എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നവമായ അഭിഷേകമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കാലഘട്ടത്തിന്റെ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ, കൂട്ടായ്മകളിൽ നിറയട്ടെ. ഈ അഭിഷേകത്തിന്റെ തീ കത്തിപ്പടരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തോടും തിരുസഭയോടും ചേർന്ന് നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കുന്നു. ഹല്ലേലൂയ. വളരെ ആനന്ദത്തോടെ കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാ, അധികമാമളവിൽ അഭിഷേകം പകരണമേ. എല്ലാവരും ചേർന്ന് കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാ, അധികമാമളവിൽ അഭിഷേകം, അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ഇന്നോളം മാനസാന്തരം ഇല്ലാത്ത മാനവരെ നേടിടുവാൻ, അവരെ നേടേണ്ടത് നമുക്ക് ഇന്നോളം ആ ഒരു ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ച് ഈ അഭിഷേകം തരണേ. മാനവരെ നേടിടുവാൻ ഇതുവരെയും പാപസുഖം
വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ അവരെയും നമുക്ക് നേടണം യേശുവിനായി. ഇതുവരെയും ദൈവരാജ്യം വളരട്ടെ, പാപസുഖം ദൈവത്തിന് വിടുതൽ പ്രാപിക്കട്ടെ. വെടിയാത്ത ജീവിതങ്ങളെ പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. ആത്മാവേ വരദാനത്തിൻ ശക്തി നിറച്ചു നയിക്കണമേ. അതിലെ പോരിന്നിവിടെ ഇരുകരങ്ങളും ഉയർത്തിയടിച്ച് സ്വരത്തിൽ പാടുക. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. എല്ലാം മറന്നു പാടുന്നു. ഹൃദയം തുറന്ന് ആത്മാവേ വരിക വരിക, പാടി ആരാധിക്കുന്ന അവരുടെ ജനത്തിന്റെ മേൽ അഭിഷേകത്തോടെ വരിക. നിറയട്ടെ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ. ഇരുകരങ്ങളും താഴ്ത്തി ഇരുവശങ്ങളിലേക്ക് അടിച്ചു പാടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളിൽ, യുവജനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, ദമ്പതികളിൽ, സഭ സമൂഹങ്ങളിലെല്ലാം ഈ അഭിഷേകം ശക്തിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകട്ടെ. ഇത് അനേകര് അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരിക്കുക. പുതിയ അഭിഷേകത്താൽ, പുതിയ കൃപാവരങ്ങളാൽ, പുതിയ ശക്തിയാൽ അനേകര് ഇതാ പരിശുദ്ധാത്മാവ് നിറച്ചുകൊണ്ടിരിക്കുന്നു. സ്വീകരിച്ച് സ്വീകരിച്ച് പാടി പ്രാർത്ഥിക്കുക മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയൊരു അഭിഷേകം. ഇരുകരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. ഹൃദയം തുറന്ന് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കരുണ പെരുമഴ പോലെ പെയ്യട്ടെ, അതുപോലെ ഒഴുകട്ടെ. ആഗോള സഭയുടെ മേൽ, ഭാരത സഭയുടെ മേൽ, കേരള സഭയുടെ മേൽ, ജനകോടികളുടെ മേൽ, ജനപദങ്ങളുടെ മേൽ ദൈവ കരുണയുടെ തീ തീ കത്തി പടരട്ടെ. കരമുയർത്തി സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ വരിക, 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 വരിക. ജനകോടികളിലേക്ക് വരിക. ഈ സ്തുതി ആരാധനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അനേകമായിരങ്ങളിലേക്ക് വരിക. ദൈവ കരുണയുടെ അഭിഷേകമായി കത്തി പടരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധന കെട്ടുകൾ പൊട്ടുന്നു, രോഗമുഖങ്ങൾ ഒടിയുന്നു, പാപികൾ മാനസാന്തര അനുഭവത്തിലോട്ട് വരുന്നു, കഠിന ഹൃദയങ്ങൾ ഉടയപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിനായി അനേകം ഹൃദയങ്ങൾ തുറക്കപ്പെടുന്നു. വിയ വിയ വിയ. ദൈവ കരുണ പെരുമഴ പോലെ പെയ്യട്ടെ. ഈ തലമുറയുടെ മേൽ, ഈ കാലഘട്ടത്തിന് മേൽ, ഓരോ കുടുംബങ്ങളുടെ മേൽ, ഓരോ ആത്മാക്കളുടെ മേൽ കർത്താവിന്റെ കരുണ 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 കത്തട്ടെ, 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 കത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ നന്ദി, പിതാവേ നന്ദി. ആബാ പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളിൽ കത്തി ജ്വലിക്കട്ടെ. ദൈവ കരുണയുടെ അഗ്നി ഞങ്ങളിലെല്ലാം കത്തിപ്പടരട്ടെ. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, സകല വിശുദ്ധരെ, ദൈവ കരുണയുടെ അപ്പോസ്തലയായ വിശുദ്ധ ഫൗസ്റ്റീനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിനായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശമാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നത്. ദൈവ കരുണയുടെ മഹത്വത്തെക്കുറിച്ച് ഈ വിഷയം നിങ്ങളുമായി പങ്കുവെക്കാനിടയായ ചില സന്ദർഭം ഓർക്കുകയാണ്. പലപ്പോഴും ധ്യാന ശുശ്രൂഷകൾക്കായി പല സ്ഥലങ്ങളിലോട്ടും കടന്നു ചെല്ലുമ്പോൾ അനേകർ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സഹോദര, ഞങ്ങൾക്ക് കർത്താവിന്റെ കരുണ കിട്ടുമോ? ദൈവത്തിന്റെ കരുണ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുമോ? ഞങ്ങളുടെ തലമുറകളിൽ കർത്താവിന്റെ കരുണയുടെ പ്രവാഹമുണ്ടാകുമോ? ഞങ്ങൾ അതിന് യോഗ്യരാണോ? സഹോദരൻ വിചാരിക്കുന്ന പോലെയല്ല. ഞങ്ങൾ ഒരുപാട് പാപികളാണ്. ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം വളരെ മോശമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാത്ത തിന്മകളൊന്നും തന്നെയില്ല. അതുപോലെ മോശപ്പെട്ട കുടുംബ പശ്ചാത്തലമാണ് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ കരുണ കടന്നു വരും. ഇപ്രകാരം ചിന്തിക്കുന്ന
അനേകായിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളിൽ പലരും ഇതുപോലെ ചിന്തിക്കുന്നുണ്ട്. ഈ അടുത്ത നാളുകളിൽ ജയിലുകളിലുള്ള പ്രിയപ്പെട്ട ദൈവമക്കളോട് സുവിശേഷം പറയുവാനുള്ള വലിയ കൃപ കർത്താവ് തന്നു. ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പലരും വന്ന് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സഹോദര, ഞങ്ങൾക്ക് കർത്താവിന്റെ കരുണ കിട്ടുമോ? ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് കിട്ടുമോ? ഞങ്ങൾ ഒരുപാട് തിന്മകൾ ചെയ്തവരാണ്, പല വിധത്തിലുള്ള അക്രമങ്ങളും അനീതികളും ഞങ്ങൾ ചെയ്തു, ഞങ്ങൾക്ക് കർത്താവിന്റെ കരുണ കിട്ടുമോ? ഈ വിഷയത്തോടെ ബന്ധത്തിൽ തിരുവചനത്തിലൂടെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളോട് ഇടപെടുവാൻ പോവുകയാണ്. പ്രിയ സഹോദര സഹോദരി, ദൈവകരുണയുടെ പ്രത്യേകത എന്താണ്? ഇന്ന് ലോകത്തിൽ ആയിരിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ കരുണ ആവശ്യമാണ്. ദൈവ കരുണ ആവശ്യമില്ലാത്തവരായി ആരും തന്നെ ഇന്ന് ഈ ലോകത്തിലില്ല. നമ്മൾ ആര് തന്നെ ആയാലും നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ കരുണ ആവശ്യമാണ്. ആരെയും മാറ്റി നിർത്താത്തതാണ് ദൈവകരുണയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം കർത്താവിന് മുഖം നോട്ടമില്ല. വചനം പഠിപ്പിക്കുന്നു, നമ്മുടെ കർത്താവിന് മുഖം നോട്ടമില്ല. കൊടും പാപിയാണെങ്കിലും എത്ര വലിയ വിശുദ്ധനാണെങ്കിലും കർത്താവ് അവർ ഒരുപോലെ സ്നേഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വിശ്വാസികളെ നോക്കി പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ കരുണ ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയാ. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ കർത്താവിന്റെ കരുണയുടെ പ്രത്യേകത? ദൈവ കരുണയുടെ മഹത്വം എന്താണ്? പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാം വചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുന്നു, കാലവിളംബരത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. എന്താണ് ഈ തിരുവചനം നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? ആരും നശിച്ചു പോകാതെ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് അവിടുന്ന് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു. ഇതാണ് ദൈവകരുണയുടെ വലിയ പ്രത്യേകത. വീണ്ടും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വചനമാണിത്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ സകല മനുഷ്യരും നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി തന്റെ ഏകജാതനായ യേശുവിനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഒരുവൻ പോലും നശിച്ചു പോകാതെ സകല മനുഷ്യരും നിത്യജീവൻ പ്രാപിക്കുവാനായി ആഗ്രഹിക്കുന്ന ദൈവം, ഇതാണ് കർത്താവിന്റെ കരുണാർദ്ര സ്നേഹം. തന്നെ 30 വെള്ളിക്കാശിനെ ഒറ്റിക്കൊടുത്ത യുദാസിനെ പോലും സ്നേഹിത എന്ന് വിളിച്ച് തന്റെ കരുണ വെളിപ്പെടുത്തിയ കർത്താവ്. പ്രിയ ദൈവമക്കളെ, ദൈവകരുണയുടെ ഏറ്റവും മഹോന്നതമായ ചിത്രം സുവിശേഷത്തിന്റെ ആദ്യ പേജുകളിൽ തന്നെ പരിശുദ്ധാത്മാവ് ചേർത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പ്രധാനമായും 4 സ്ത്രീകളുടെ പേരുകൾ പരിശുദ്ധാത്മാവ് ചേർത്തിരിക്കുന്നത് കാണാം. ഒന്നാമത്തെ സ്ത്രീയുടെ പേരാണ് താമാർ, 2-ാമത്തെ സ്ത്രീയുടെ പേരാണ് റാഹബ്, 3-ാമത്തെ സ്ത്രീയുടെ പേരാണ് റൂത്ത്, 4-ാമത്തെ സ്ത്രീയുടെ പേരാണ് ബത്ശബ. ഈ 4 സ്ത്രീകളെ നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ കരുണയുടെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും എന്തുമാത്രം വലുതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആരെയും മാറ്റി നിർത്താത്ത കർത്താവിന്റെ കരുണ, ഒരുവൻ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത കർത്താവിന്റെ കരുണ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നീ ഒരു കുറ്റബോധത്തിലാണോ? ഇന്ന് അനേകം ദൈവമക്കളുടെ വലിയ വിഷയം ഇതാണ്. ഞാൻ ആ പാപം ചെയ്തല്ലോ, ഞാൻ ഈ പാപം ചെയ്തല്ലോ.
പല പ്രാവശ്യവും കുമ്പസാരം എന്ന കുദാശ സ്വീകരിച്ചിട്ടും കർത്താവ് ക്ഷമിച്ചു ഒരു ഉറപ്പ് കിട്ടാതെ കുറ്റബോധത്തിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില പാപത്തിന് വിഴുപ്പും പേറി ഇന്നും ജീവിക്കുന്ന അനേകം ദൈവമക്കളെ എന്റെ ശുശ്രൂഷ ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ കർത്താവ് ഇടവരുത്തിയിട്ടുണ്ട്. സഹോദര സഹോദരി, അപ്രകാരം വേദനിക്കുന്ന ഒരു വ്യക്തിയാണോ നീ എങ്കിൽ ഇന്നത്തെ വചന ശുശ്രൂഷ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. ഈ 4 സ്ത്രീകളിലൂടെ എന്താ കർത്താവ് സംസാരിക്കണേ? ഒന്നാമത്തെ സ്ത്രീ താമാർ ആരാണ്? ഉൽപ്പത്തിയുടെ പുസ്തകം 38-ാം അധ്യായം 12 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ എടുത്ത് നമ്മൾ പഠിച്ച് ധ്യാനിക്കുമ്പോൾ കാണാൻ പറ്റും. തന്റെ അമ്മായിപ്പനായ യൂദയായോടുകൂടെ പാപം ചെയ്തവളാണ് താമാർ. അതിൽ 2 മക്കള് അവൾ പ്രസവിക്കുകയാണ്. തന്റെ അമ്മായിപ്പനുമായി പാപം ചെയ്തവള് വളരെ ഘോരമായൊരു തിന്മയാ. പക്ഷേ കർത്താവ് അവളെ മാറ്റി നിർത്തിയില്ല. യേശുവിന്റെ വംശാവലിയിൽ കർത്താവ് അവൾക്ക് ഇടം കൊടുത്തു. താമാറിന്റെ ജീവിതത്തിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? നിന്റെ പാപം എന്തുമാത്രം ഘോരമാണെങ്കിലും അതിനേക്കാൾ വലുതാണ് കർത്താവിന്റെ കരുണ. ഹല്ലേലൂയ. പ്രവാചകനായ യെശയ്യായിലൂടെ ഇന്നേക്ക് 2700 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് വെളിപ്പെടുത്തി. 1-ാം അധ്യായം 18-ാമത്തെ തിരുവചനം, വരുവിൻ നമുക്ക് രമ്യപ്പെടാം. നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും ഞാനിത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർക്കും. അത് രക്തവർണ്ണമെങ്കിലും ഞാൻ കമ്പിളി പോലെ വെളുപ്പിക്കും. പ്രിയ സഹോദര, ഇതാണ് കർത്താവിന്റെ കരുണയുടെ പ്രത്യേകത. ഇതാണ് ദൈവകരുണയുടെ ശ്രേഷ്ഠത. താമാറിനെ ദൈവം മാറ്റി നിർത്തിയില്ല. യേശുവിന്റെ വംശാവലിയിൽ യേശുവിന്റെ മുതുമുത്തശ്ശിയായി അവളുടെ പേര് പരിശുദ്ധാത്മാവ് എഴുതി. 2-ാമത്തെ വ്യക്തി റാഹബ്. ആരാണ് ഈ റാഹബ്? ജോഷുവായുടെ പുസ്തകം 2-ാം അധ്യായം 1-ാം വചനം എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. നൂനിന്റെ മകനായ ജോഷ ഷിത്തിമിൽ നിന്ന് 2 പേരെ രഹസ്യ നിരീക്ഷണത്തിനായി അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി ആ നാട് നിരീക്ഷിക്കുവിൻ. പ്രത്യേകിച്ച് ജെറീക്കോ. അവർ ആ പട്ടണത്തിലെത്തി. വേശ്യയായ റാഹബിന്റെ വീട്ടിൽ രാത്രിയിൽ അവൾ കഴിഞ്ഞുകൂടി. ജെറീക്കോ പട്ടണത്തിലെ പേര് കേട്ട വേശ്യ സ്ത്രീയായിരുന്നു റാഹബ്, ഒരു പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ട്. എന്നാൽ ഈ പരസ്യ വേശ്യ സ്ത്രീയായ റാഹബിനെയും ദൈവം മാറ്റി നിർത്തിയില്ല. ദൈവ കരുണയുടെ മറ്റൊരു മുഖമാണ്. ദൈവം അവളെ മാറ്റി നിർത്തിയില്ല. ഈ റാഹബിനെ കർത്താവ് തെരഞ്ഞെടുക്കുകയാണ്. ഈ റാഹബിനെ ദൈവം മാറ്റി നിർത്തിയില്ല. കർത്താവിന്റെ രക്ഷാകര പദ്ധതിയിൽ ദൈവം അവൾക്ക് റോള് കൊടുക്കുകയാണ്. 3-ാമത്തെ സ്ത്രീ, അവളുടെ പേരാണ് റൂത്ത്. ആരാണ് റൂത്ത്? അവളൊരു മോവാബി സ്ത്രീ, ഒരു വിജാതീയ സ്ത്രീയാണ്. വിജാതിയെയും കർത്താവ് മാറ്റി നിർത്തുന്നില്ല. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനവും 3-4 വചനങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ കാണാൻ പറ്റും. നവോമിയുടെ മരുമകളായിരുന്നു റൂത്ത്. ഈ മോവാബി സ്ത്രീയായ റൂത്തിനെയും കർത്താവിന്റെ രക്ഷാകര പദ്ധതിയിൽ ദൈവം ഇടം കൊടുക്കുകയാണ്, അവസരം കൊടുക്കുകയാണ്. പഴയ നിയമത്തിൽ പ്രത്യേകം നമുക്ക് കാണാൻ പറ്റും, കർത്താവിന്റെ സഭയിൽ മോവാബിയർക്ക് പ്രവേശനമില്ലായിരുന്നു. എന്നാൽ ഈ മോവാബി സ്ത്രീയായ റൂത്തിനെ ദൈവം പ്രത്യേകം തെരഞ്ഞെടുക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഇതിലൂടെയെല്ലാം എന്താണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്? കർത്താവ് ആരെയും മാറ്റി നിർത്തുന്നില്ല. കർത്താവ് ആരെയും തള്ളിക്കളയുന്നില്ല. നമ്മുടെ നിത്യരക്ഷ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സന്ദേശങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്നത്. ദൈവ കരുണയുടെ അപ്പോസ്തലയായ വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പുകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യവർഗത്തിന് കർത്താവ് തന്റെ സ്നേഹത്തിന്റെ അവസാന മുഖം കാണിച്ചു കൊടുക്കുന്നത് തന്റെ കരുണയിലൂടെയാണ്. ഇത് ദൈവ കരുണയുടെ കാലഘട്ടമാണ്. കർത്താവിന്റെ കരുണയെക്കുറിച്ച് ഏറ്റവും അധികം പ്രഘോഷിക്കപ്പെടേണ്ട ഒരു നാളുകളിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത് കഴിഞ്ഞാൽ കർത്താവിന്റെ നീതിയുടെ നാളുകളിലാണ്. കർത്താവിന്റെ കരുണയെ ആരൊക്കെ തള്ളിക്കളയുന്നുവോ അവരെല്ലാം കർത്താവിന്റെ നീതിയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ലോകത്തിന് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്റെ ദൈവമക്കളെ, ഈ വചനം നമ്മുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മ പകർന്നു നൽകുമ്പോൾ കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കുവാൻ നമുക്ക് കഴിയണം. വീണ്ടും
യേശുവിന്റെ വംശാവലിയിലോട്ട് വാ. നാലാമതൊരു സ്ത്രീ ബത്ശബ. ആരെ ബത്ശബ? സാമുവേലിന്റെ 2-ാം പുസ്തകം 11-ാം അധ്യായം 4-ാം വചനത്തിൽ പറയുന്നുണ്ട്, ദാവീദ് രാജാവുമായി പാപം ചെയ്തവള് അവളായിരുന്നു ബത്ശബ. ഈ ബത്ശബയും ദൈവം മാറ്റി നിർത്തിയില്ല. കർത്താവിന്റെ രക്ഷാകര പദ്ധതിയിൽ ദൈവം അവൾക്ക് ഇടം കൊടുക്കുകയാണ്. ഈ 4 സ്ത്രീകളിലൂടെ എന്താണ് ഇന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്? ദൈവകരുണയുടെ ഏറ്റവും മഹോന്നതമായൊരു ചിത്രമാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മ പകർന്നു നൽകുന്നത്. ഞാനൊരു കാര്യം ആത്മാവിൽ നിങ്ങളുടെ പങ്കുവെക്കട്ടെ. നമ്മുടെ പാപത്തിന്റെ വലുപ്പത്തേക്കാൾ കർത്താവ് നോക്കുന്നത് നമ്മുടെ അനുതാപത്തിന്റെ ആഴമാണ്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ കരുണ എനിക്ക് ലഭിക്കോ? ഞാൻ അതിന് യോഗ്യനാണോ? ഞാൻ അതിന് യോഗ്യയാണോ? ഒരുപാട് പാപങ്ങൾ ചെയ്ത വ്യക്തിയല്ല ഞാൻ എന്ന് ചിന്തിച്ച് കഴിഞ്ഞകാല ജീവിതത്തിന്റെ പാപത്തിന്റെ ഭാരവും പേറി ആരും തന്നെ ഇരിക്കരുത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബൈബിൾ സ്കോളറാണ് വാരൺ വൈസ്ബി. അദ്ദേഹം ഒരിക്കൽ പ്രകാരം പറഞ്ഞു, നമ്മൾ പാപം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സുഖത്തെ പോലെ തന്നെയുള്ള തെറ്റാണ് കർത്താവ് പാപം ക്ഷമിച്ചിട്ടും നമ്മൾ ദുഃഖത്തിൽ കഴിയുന്നത്. ഇത് അനേകം ദൈവമക്കൾ ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കർത്താവ് പാപം ക്ഷമിച്ചു, എന്റെ പാപം ക്ഷമിച്ചു, എനിക്ക് കർത്താവിന് കരുണ കിട്ടൂ, എനിക്ക് നിത്യരക്ഷ കിട്ടൂ, എനിക്ക് നിത്യജീവൻ സ്വന്തമാക്കാൻ പറ്റൂ. ഇപ്പോൾ ഉറപ്പില്ലാതെ കുറ്റബോധത്തിലും മനോഭാരത്തിലും മടുപ്പിലും ജീവിക്കുന്ന അനേകം ദൈവമക്കൾ. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ആ ബന്ധനത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുകയാണ്. നീ ആരുമാവട്ടെ, കർത്താവിന്റെ കരുണയിൽ നീ ആശ്രയിക്കേ. താമാറിനെയും റൂത്തിനെയും പരസ്യവേശിയായ റാഹബിനെയും ബത്ശബയെയും മാറ്റി നിർത്താതെ കർത്താവിന്റെ രക്ഷാകര പദ്ധതിയിൽ അവർക്കിടം കൊടുത്ത അതേ ദൈവം ഇന്ന് നമ്മുടെ ജീവിതങ്ങളോട് ഇടപെടുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഹൃദയം നുറുങ്ങി ഈ കരുണയുടെ കാലഘട്ടത്തിൽ ഈ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പാപത്തിന്റെ പിടിയിൽ, ലോകത്തിന്റെ പിടിയിൽ, വഴിവിട്ട ലൈംഗികതയിൽ, എല്ലാവിധ തിന്മയുടെ അരാജകത്വത്തിൽ മുങ്ങിത്താഴുന്ന ഈ തലമുറയ്ക്ക് വേണ്ടി കർത്താവിന്റെ കരുണയ്ക്കായി നിനക്ക് നിലവിളിക്കാൻ പറ്റൂ എങ്കിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും കർത്താവിന് കൊടുക്കുക. ഒരു പുതിയ സമർപ്പണത്തിലോട്ട് നമ്മൾ വാ. ദൈവ കരുണയുടെ പ്രേക്ഷിതരായി കർത്താവിന്റെ കരുണയുടെ മുഖം ഈ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആദ്യ സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി